പക്ഷേ ഈ തൃശ്ശൂർ പൂരായിട്ട് എല്ലായിടത്തും ക്യാമറയായി. അപ്പോൾ ഈ ക്യാമറ ഒക്കെ വെച്ചിട്ട് പോലീസുകാർ ഫുൾ സ്കാനിങ് ഉണ്ടാവില്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മുടെ വെബ്സൈറ്റിൽ ഇതുപോലെ ഫുൾ സ്കാൻ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഓപ്ഷൻ ഉണ്ട്? അതിനൊക്കെ ഒരു ബെസ്റ്റ് ടൂൾ ഉണ്ട്, മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റി. നിന്റെ വെബ്സൈറ്റിൻ്റെ ഉള്ളിൽ എന്തൊക്കെ നടക്കുന്നുണ്ട് എന്നുള്ളത് നിനക്ക് കറക്റ്റായിട്ട് അറിയാൻ പറ്റും. ഗൂഗിളിൽ മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റി എന്ന് സെർച്ച് ചെയ്യുക. അതിൽ കാണുന്ന ലിങ്ക് ക്ലിക്ക് ചെയ്ത് മുന്നോട്ട് പോകാം. നമ്മുടെ വെബ്സൈറ്റ് ചൂസ് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ കറൻ്റ് കാണുന്നത് മൈക്രോസോഫ്റ്റ് ക്ലാരിറ്റിയുടെ ഡാഷ്ബോർഡാണ്. ഇവിടെ നമുക്ക് എത്ര ദിവസത്തെ ഡാറ്റയാണ് വേണ്ടതെന്ന് വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ എത്രത്തോളം യൂസേഴ്സ് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്തിട്ട്, സ്ക്രോൾ ഡെപ്ത് എത്രയാണ്, ആക്റ്റീവ് ടൈം എത്രയാണ്, അത്തരം ഇൻഫർമേഷൻസ് ഒക്കെ നമുക്ക് കാണാനായിട്ട്. ഇതിൽ റെക്കോർഡിങ്സ് എന്നുള്ള ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ വെച്ചാൽ ഓരോ യൂസേഴ്സും വന്നിട്ട് നമ്മുടെ വെബ്സൈറ്റിൽ എന്താണ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണാം. അത് നമുക്ക് വീഡിയോ രൂപത്തിൽ തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും, ഓരോ യൂസറും എന്താണ് നമ്മുടെ വെബ്സൈറ്റിൽ ചെയ്യുന്നത് എന്നുള്ളത്. തൊട്ടടുത്ത് ഹീറ്റ് മാപ്പ് എന്നുള്ള ഓപ്ഷൻ സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ വെച്ചാൽ ഓരോ വെബ് പേജിലും കസ്റ്റമേഴ്സ് എവിടെയാണ് ക്ലിക്ക് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വെച്ചാൽ ഈ ഒരു സ്ഥലത്ത് റെഡിഷ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റുന്ന അവിടെ 46 ക്ലിക്കാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ടുള്ളൊരു പൊസിഷൻ അല്ല നമ്മൾ ക്ലിക്ക് ചെയ്യുന്നത്. ആക്ച്വലി ഇതൊരു ഡെഡ് ക്ലിക്സ് ആണ്. ഇവിടെ മെനൂസ് ആണുള്ളത്. ഇവിടെ കറക്റ്റായിട്ട് 42ഓളം ആൾക്കാർ ക്ലിക്ക് ചെയ്തിട്ടുണ്ട്. അതൊരു റൈറ്റ് ആയിട്ടുള്ള ഒരു ക്ലിക്കാണ് അവിടെ വന്നിട്ടുള്ളത്. ഇതുപോലെ ഈ ഒരു ടൂൾ ഉപയോഗിച്ചിട്ട് നമ്മുടെ യൂസർ ഇന്റർഫേസിന്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനായിട്ട് പറ്റും. അപ്പോൾ നമ്മുടെ ചുറ്റും പൂരത്തിന്റെ പരിപാടികളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഇത്തരം ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കണ്ടന്റിന് വേണ്ടിയിട്ട് നമ്മുടെ പേജ് ഒന്ന് ഫോളോ ചെയ്യും.